ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഹലോ, നമസ്കാരം. ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ പാലക്കാട്ടുകാരുടെ വിഭവമൊന്നുമല്ല കേട്ടോ. കുറച്ച് അങ്ങോട്ട് വിട്ടിട്ട് തൃശ്ശൂരുള്ളതാണ്. തൃശ്ശൂർ മീൻകറി. പ്രത്യേകിച്ചൊന്നുമില്ല, നാളികേര പാലൊഴിച്ച് ഉണ്ടാക്കുന്ന മീൻകറിയാണ്. പക്ഷേ ടേസ്റ്റ് ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഈ ഉണ്ടാക്കുന്ന എല്ലാ മീൻകറികളെക്കാളും ഏറ്റവും ഇഷ്ടമുള്ള ടേസ്റ്റ് ഇതിൻ്റെയാണ്. റെസിപ്പിയൊക്കെ കുറേ കാലമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല. വീട്ടിലിവിടെ താല്പര്യമില്ലാതെ വെച്ച് ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഏട്ടനും ഭയങ്കര കാര്യമായി. അപ്പം ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ്. മീൻകറികളിൽ പൊതുവേ ടേസ്റ്റ് ഇതാണെന്ന് പറയാം. പിന്നെ പലർക്കും പലതരത്തിലാണ് ഇഷ്ടം. എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്, പെർഫെക്റ്റ് റെസിപ്പിയാണ്. കണ്ടു നോക്കൂ. നമുക്ക് തൃശ്ശൂർ മീൻകറി ഉണ്ടാക്കാൻ നോക്കാം. തൃശ്ശൂർ മീൻകറി എന്ന് പറയുന്നത് നമ്മുടെ നാളികേരപ്പാൽ ഒഴിച്ചുണ്ടാക്കുന്ന മീൻകറിയാണ്. ഓക്കെ, അപ്പം ഞാനത് ഇവിടെ എടുത്തേക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളിയും ഒരു 1/2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാനിൽ ചേർക്കാം. അടുപ്പ് കത്തിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് മുളക് പൊടിയാണെങ്കിൽ ചേർക്കാം. ഞാൻ എൻ്റെ മുളക് പൊടിക്ക് കളറില്ലാത്തതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടിയിൽ ചെയ്യുന്നത്. പിന്നെ പച്ചമുളക് കുറച്ച് എരിവുള്ളത് ഇട്ട് കൊടുത്തേക്കണത്. നിങ്ങൾ നിങ്ങളുടെ എരിവനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കറിയിൽ മല്ലിപ്പൊടി ഓപ്ഷണലാണ്. താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് വേണ്ട. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ച് നിങ്ങൾ കൊടുത്താൽ മതി. നിങ്ങൾക്ക് ലാസ്റ്റ് വെള്ളം പോരാൻ തോന്നുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ലാസ്റ്റ് പറ്റിക്കാൻ ഇരിക്കേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. ഞാനിവിടെ കുറച്ച് ഗ്രേവി ടൈപ്പ് വേണം പറഞ്ഞിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഒഴിക്കുമ്പോൾ മീൻ മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഒഴിക്കണം. ഞാനിവിടെ 1/2 കിലോ മീനാണ് ഉപയോഗിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ ശേഷം 1/2 കിലോ ഉള്ള മീൻ. ഇനി അതിലേക്ക് നമ്മൾ ഫിഷ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ഈ മീനിൻ്റെ പേരൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്ക് പേരൊന്നും ഓർമ്മയില്ല. ഞങ്ങളിവിടെ അധികം മീൻ യൂസ് ചെയ്യാത്ത ആൾക്കാരാണ്. ഞാനിപ്പം മോൾക്ക് കുറച്ച് സ്റ്റീംഡ് ഫിഷ് കൊടുക്കുന്നതല്ലേ നല്ലതെന്ന് ഓർത്താണ് ഇങ്ങനെ ഫിഷ് കറി ഉണ്ടാക്കുന്നത്. കുറച്ച് നാളായിട്ടുള്ളൂ. അതിന് മുമ്പ് ഞങ്ങൾ അധികം ഫിഷ് യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ തീ കത്തിച്ചിട്ടില്ല കേട്ടോ. പിന്നെ മീൻ കഴിക്കാത്ത ആൾക്കാർ മീൻ ചേർക്കുന്നതിന് മുമ്പ് അതിൻ്റെ അകത്ത് മുളകോ ഉപ്പോ എന്താ വെച്ചാൽ നോക്കണം. ഞാനിതിലേക്കൊരു 4 അല്ലി കുടംപുളിയാണ് യൂസ് ചെയ്യുന്നത്. പിഴിയുന്ന പുളിയാണെങ്കിലും ചേർക്കാം. കുറച്ചുകൂടെ നല്ല കോമ്പിനേഷൻ ഇതായിരിക്കും. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, അല്ലാതെ അങ്ങനെ കൊണ്ടുപോയി ഇടരുത്. ഇതെല്ലാം ചേർത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2ാം പാലെടുത്തിട്ട് നാളികേരപ്പാലിൽ വേണമെങ്കിലും ഇത് ചെയ്യാം. ഞാനിവിടെ തിക്കായ നാളികേരപ്പാൽ ഏറ്റവും മുകളിൽ ചേർത്ത് കൊടുക്കാനാണ് പോകുന്നത്. കാരണം ചിലവർക്കത് പിരിയുന്ന പ്രശ്നം വരുന്നുണ്ടായിരുന്നു. പലപ്പോഴും എനിക്ക് തന്നെ പിരിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. സ്ഥിരമായിട്ട് മറ്റു തരത്തിൽ ചെയ്ത് ശീലമുള്ളവർക്ക് കുഴപ്പമില്ല. ഞാനിത് കോമൺ ആയിട്ട് എല്ലാവർക്കും എളുപ്പത്തിൽ വെക്കാനുള്ളൊരു റെസിപ്പി ആയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നിങ്ങളിതനുസരിച്ച് ചെയ്യുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ കറി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം മീൻ അധികം വെന്തിട്ടൊന്നുമില്ല. വേണമെങ്കിൽ തവി വെച്ച് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചട്ടി വെച്ച് ചുറ്റിച്ച് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും ഇളക്കാം. ഇളക്കി ചേർത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ടൊരു 15 മിനിറ്റ് തിളയ്ക്കണം. അത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെച്ച് മീൻ കുക്ക് ചെയ്യരുത്. ഇപ്പം ഞാൻ വെച്ചിരുന്നത് മീഡിയം ടു ഹൈ ആയിരുന്നു. അത് തുറന്ന് വെച്ച് തിളപ്പിക്കുമ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് തിളപ്പിക്കണം എന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും ലോ ടു മീഡിയം ഫ്ലെയിം മതി. ഹൈ ഫ്ലെയിം എന്തായാലും ആവരുത്, മീഡിയത്തിൽ നിന്ന് മുകളിലേക്ക് പോവരുത്. നമ്മുടെ മീൻകറി ഒരു 15 മിനിറ്റ് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കണ്ടീഷൻ.
ഇതിൽ എരിവ് ഒരല്പം പോരാന്ന് തോന്നിയിട്ട് ഞാൻ ഒരല്പം നോർമൽ മുളക് പൊടി, റെഗുലർ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളതനുസരിച്ച് ചെയ്ത് നോക്കുക. നിങ്ങളിത് എന്തായാലും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നോക്കുക, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എരിവോ എന്തെങ്കിലും പാകമല്ല തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം. പച്ചയ്ക്ക് പൊടിയിട്ടിട്ട് അങ്ങനെ അതിൻ്റെ അകത്തേക്ക് നാളികേരപ്പാൽ ഒഴിക്കാൻ പാടില്ല. ഉപ്പല്ലാത്ത ബാക്കി ഒരു സാധനവും നാളികേരപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് തിക്ക് നാളികേരപ്പാൽ ഒഴിക്കാൻ പോവാണ്. ഇതുണ്ട്, ഇത് വളരെ തിക്കായിട്ടുള്ള നാളികേരപ്പാലാണ്. ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോളൂ, അല്ലാതെ അത് മിക്സൊന്നും ആവില്ല. ഇനി ജസ്റ്റ് ഒഴിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ അത് തിളച്ചോളും. ഫ്ലെയിമൊന്നും കൂട്ടരുത്. പിന്നെ ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നില്ല എന്നൊന്നും ഓർത്ത് വിഷമിക്കേണ്ടത്. നമ്മൾ ഒന്നാമതിൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, ആ നാളികേരപ്പാലത്തെ എണ്ണ മാത്രമേ ഉള്ളൂ. അത് തെളിഞ്ഞ് വന്നോളും. അതിന് കുറച്ച് സമയം എടുക്കും. നമ്മുടെ മീൻ കറിക്ക് നല്ല കളറുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്ത് ഒഴിക്കണം. ജസ്റ്റ് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. ഇത് പിരിഞ്ഞു പോകാൻ ഒരിക്കലും ഇടവയ്ക്കരുത്. ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്ത് ഒഴിക്കാം. കടുക് വറുക്കുന്ന ചെറിയ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അല്പം കടുക് ചേർത്ത് കൊടുക്കുക. കടുക് അതുപോലെ ഒരു അല്പം ഉലുവപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇത് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ താല്പര്യമില്ലാത്തവർക്ക് ഇതൊന്നും വേണ്ട, വെറും ഉള്ളി മാത്രം മൂപ്പിച്ചിട്ടാലും മതി കേട്ടോ. അതിലേക്ക് കടുകെല്ലാം പൊട്ടി വന്ന് ഞാൻ കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കളറൊന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കണം. നിങ്ങളുടെ കറിയിലേക്ക് ഇനിയിപ്പോൾ റെഗുലർ മുളക് പൊടി ചേർത്ത് ഉണ്ടാക്കിയിട്ട് കളറില്ലാന്ന് തോന്നുന്നവരാണെങ്കിൽ ഇതിൻ്റെ അകത്തപ്പം ഒരല്പം കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റാവുന്നതാണ്. അതല്ല മഞ്ഞൾപ്പൊടി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ അതും നമുക്ക് ഇതിൻ്റെ അകത്തിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്താണെങ്കിലും ഈ എണ്ണയിലേക്ക് ഇട്ട് വഴറ്റി കൊടുക്കണം, അല്ലാതെ പച്ചയ്ക്ക് ചേർത്ത് ഒരിക്കലും ആ കറിയുടെ ടേസ്റ്റ് നശിപ്പിക്കരുത്. ഇത്ര മതി. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനൊരു നുള്ളു ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ച് വെച്ച ശേഷം നമുക്ക് ചൂടാറിയിട്ടേ പിന്നെ എടുത്ത് വയ്ക്കാവുള്ളൂ. നമ്മുടെ കറി ഞാനൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കറിക്കകത്ത് എനിക്ക് കുറച്ച് തിക്നെസ് കൂടുതലായി തോന്നിയായിരുന്നു. ഞാൻ കുറച്ച് ഒരു 1/2-3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് നോക്കിയില്ല, 3/4 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തിക്നെസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഈ കറി ഒന്ന് ആറി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അടച്ചിട്ട് എടുത്ത് വയ്ക്കാം. ഇത് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നാളത്തേക്കായിരിക്കും ഈ കറി ഒന്നുകൂടെ നന്നായിരിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.